Hello dears, welcome to TOS Academy. Scientific Officer in Forensic Science notification close ചെയ്തിട്ടിപ്പോൾ ഓൾമോസ്റ്റ് 1 മന്തോളമായി. ആൻഡ് ടോസ് അക്കാഡമിയിൽ സയന്റിഫിക് ഓഫീസർ കോച്ചിങ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. റെഗുലർ ക്ലാസ്സസ്, എക്സാംസ്, റിവിഷൻ ക്ലാസ്സസ്, ഡിസ്കഷൻ ക്ലാസ്സസ് ഒക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഇന്ന് ടോസ് അക്കാഡമി ഇവിടെ സയന്റിഫിക് ഓഫീസർ ബയോളജി സിലബസ് ബേസ്ഡ് റെഫറൻസ് ബുക്സ്, അതായത് നിങ്ങൾക്ക് പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്ന സിലബസ് അടിസ്ഥാനപ്പെടുത്തിയ റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ ഏതെല്ലാമാണെന്ന് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഷെയർ ചെയ്യുന്നത്. സുവോളജി പാർട്ടിൽ നിന്നും അതുപോലെ തന്നെ ബോട്ടണി പാർട്ടിൽ നിന്നും ഒരുപോലെ റെഫർ ചെയ്യേണ്ട ബുക്സ്, ഇമ്പോർട്ടൻറ്റ് റെഫറൻസ് ബുക്സ് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സയന്റിഫിക് ഓഫീസർ ബയോളജി സിലബസിലെ ബോട്ടണി പാർട്ട് എടുത്തു കഴിഞ്ഞാൽ 7 മോഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ മോഡ്യൂളിൽ നമുക്ക് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്രിപ്റ്റോഗ്യാംസ് ആൻഡ് ഫെനറോഗ്യാംസ്. ഫെനറോഗ്യാംസിൽ ജിംനോസ്പേംസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മൈക്രോബയോളജിയും ഉണ്ട്, പാലിയോ ബോട്ടണിയും ഉണ്ട്. സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് പ്ലാന്റ് അനാറ്റമി, മൈക്രോ ടെക്നിക്, എംബ്രിയോളജി, പാലിനോളജി ആൻഡ് എവല്യൂഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മോഡ്യൂൾ 3യിൽ ആൻജിയോസ്പേം, ടാക്സോണമി ആൻഡ് എക്കോളജി ആണ് വരുന്നത്. ആൻഡ് മോഡ്യൂൾ 4 എടുത്തു കഴിഞ്ഞാൽ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജിയും ജെനറ്റിക്സും ഉണ്ട്. മോഡ്യൂൾ 5ൽ പ്ലാന്റ് ഫിസിയോളജി, ബയോകെമിസ്ട്രി, ബയോഫിസിക്സ് ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. ആൻഡ് മോഡ്യൂൾ 6ൽ ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. മോഡ്യൂൾ 7ൽ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബോട്ടണി. റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബോട്ടണി എന്ന് പറയുമ്പോൾ നമുക്ക് റീസെന്റ് ആയിട്ട് വരുന്ന ഡെവലപ്മെന്റ്സ് ആണ്, ബോട്ടണിയിൽ വന്ന ഡെവലപ്മെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് നെറ്റിലൂടെയും അതേപോലെ തന്നെ ന്യൂസ് പേപ്പറിലൂടെയുമാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Now let's check out with the first module. ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് പറഞ്ഞു ക്രിപ്റ്റോഗ്യാംസ്, ഫെനറോഗ്യാംസ്, അതുപോലെ തന്നെ മൈക്രോബയോളജി ആൻഡ് പാലിയോബോട്ടണി ആണുള്ളത്. നമുക്ക് മൈക്രോബയോളജി, മൈക്കോളജി, പ്ലാന്റ് പാത്തോളജി ആൻഡ് ഫൈക്കോളജി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ബോട്ടണി ബൈ പാണ്ഡെ SN ആൻഡ് ത്രിവേദി PS. വൈശാഖ് പബ്ലിഷിംഗ് ഹൗസിന്റെ ഒരു ബുക്കാണ്. ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിന് ശേഷവും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ് ആൻഡ് പാലിയോബോട്ടണി എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ബോട്ടണി, അതായത് വൈശാഖ് പബ്ലിഷിംഗ് ഹൗസിന്റെ തന്നെ മറ്റൊരു ബുക്കാണ് എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ബോട്ടണി. അത് പാണ്ഡെ SN, SP മിശ്ര ആൻഡ് ത്രിവേദി PS-ന്റെ ബുക്കാണ്. അപ്പൊ ഈ രണ്ട് ബുക്കുകളുടെ പ്രത്യേകത എന്താണ്? ഓരോ ചാപ്റ്ററിന് ശേഷവും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ബുക്ക് ആണ്. ഈ രണ്ട് ബുക്കുകളും നല്ല ബുക്കുകളാണ്. മോഡ്യൂൾ 1 റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ടെക്സ്റ്റ് ബുക്കുകൾ ഏതെല്ലാമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ബോട്ടണി ഫോർ ഡിഗ്രി സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അതിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ടെക്സ്റ്റ്സ് ആണ് ഉള്ളത്. അതായത് ആൽഗേക്കും ഫഞ്ചൈ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് ആൻഡ് ജിംനോസ്പേംസിന് സെപ്പറേറ്റ് ടെക്സ്റ്റുകളാണ് ഉള്ളത്. ഇൻ ഡീറ്റെയിൽഡ് ആയി പഠിക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബോട്ടണി ഫോർ ഡിഗ്രി സ്റ്റുഡൻസ് S ചന്ദ് പബ്ലിക്കേഷന്റെ ബുക്കാണ്, അത് യൂസ് ചെയ്യാം. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് വരുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ടെക്സ്റ്റുകൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ നോക്കിയതുപോലെ ഡിഫറെന്റ് സബ്ജക്റ്റുകൾ ഒന്നിച്ച് വരുന്ന ബുക്കുകളായിരിക്കും കൂടുതൽ നല്ലത്. ആൻഡ് ഈ ബോട്ടണി ഫോർ ഡിഗ്രി സ്റ്റുഡൻസ് അല്ലാണ്ട് OP ശർമ്മയുടെ ടെക്സ്റ്റ് ബുക്കുകളും അവൈലബിൾ ആണ്. അതും ഈ പറയുന്ന ഡിഫറെന്റ് സബ്ജക്ട് ബേസ്ഡ്, ഇപ്പൊ ആൽഗയ്ക്ക്, ഫഞ്ചൈക്ക്, ബ്രയോഫൈറ്റിനും ടെറിഡോഫൈറ്റിനും ജിംനോസ്പേംസിനും ഡിഫറെന്റ് ടെക്സ്റ്റ് ബുക്കുകളാണ് OP ശർമ്മയുടെ ബുക്കിലും അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻഡെപ്ത് പഠിക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ യൂസ് ചെയ്യാം. പക്ഷെ സയന്റിഫിക് ഓഫീസർ നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ സബ്ജക്റ്റുകളും കൂടെ ഒന്നിച്ച് വരുന്ന ലളിതമായ സിമ്പിൾ ടെക്സ്റ്റുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഉചിതം. അടുത്തത് മോഡ്യൂൾ 2 ആണ്. മോഡ്യൂൾ 2ൽ നമുക്ക് ആൻജിയോസ്പേം അനാറ്റമി ആണ് വരുന്നത്. ആൻജിയോസ്പേം അനാറ്റമിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് പ്ലാന്റ് അനാറ്റമി ബൈ പീയൂഷ് റോയ്. നല്ലൊരു ബുക്കാണ്. അതേപോലെ തന്നെ പ്ലാന്റ് അനാറ്റമി ആൻഡ് എംബ്രിയോളജി ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ബുക്ക് പാണ്ഡെ SN ആൻഡ് A ചന്ദയുടെ വൈശാഖ് പബ്ലിഷിംഗ് ഹൗസിന്റെ ഒരു ബുക്കാണ്. ഇതും വളരെ നല്ലൊരു ബുക്കാണ്. പിന്നെ ദ എംബ്രിയോളജി ഓഫ് ആൻജിയോസ്പേം, അതായത് നമുക്ക് ഈ പറയുന്ന എംബ്രിയോളജി ടോപ്പിക് മാത്രം റെഫർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബുക്കാണ്. ഇനി സൈറ്റോജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ PK ഗുപ്തയുടെ ബുക്ക് ഇമ്പോർട്ടന്റ് ആണ്.
അതേപോലെ തന്നെ സൈറ്റോജെനറ്റിക്സ്, എവല്യൂഷൻ ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബുക്ക് ആണെങ്കിൽ നമുക്ക് RS ശുക്ല ആൻഡ് PS ചണ്ടേലിന്റെ ബുക്കും ഇമ്പോർട്ടന്റ് ആണ്. അതിലും നമുക്ക് അത്യാവശ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നൊരു ബുക്കാണ്. Now module 3. Module 3 ആൻജിയോസ്പേം ടാക്സോണമി, മോർഫോളജി ആൻഡ് എക്കണോമിക് ബോട്ടണി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ബുക്കാണ് പ്ലാന്റ് ടാക്സോണമി ബൈ OP ശർമ്മ. ഇവിടെ നമുക്ക് ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഈസി അണ്ടർസ്റ്റാൻഡിംഗ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. ആൻഡ് ഈ ടാക്സോണമി ഒക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നന്നായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ് പ്ലാന്റ് ടാക്സോണമി ബൈ OP ശർമ്മ. ഇനി എൻവയോൺമെന്റൽ ബയോളജി പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽസ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി ബൈ ദീപപ്രിയ ആൻഡ് ദിബാശിഷ്. ഇതും എസ്റ്റേൺ പബ്ലിക്കേഷന്റെ ബുക്കാണ്. ഈ പറയുന്ന ഫണ്ടമെന്റൽസ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിലും ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് എസെൻഷ്യൽസ് ഓഫ് മോളിക്കുലാർ ബയോളജി ബൈ V മാലതി. ഇത് പിയേഴ്സന്റെ ടെക്സ്റ്റിൽ നിന്നും റെഫർ ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് എസെൻഷ്യൽസ് ഓഫ് മോളിക്കുലാർ ബയോളജി. നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ ബയോടെക്നോളജി പോർഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജെനറ്റിക്സിൽ നമുക്ക് നോക്കാൻ പറ്റിയ ജെനറ്റിക്സ് കൺസെപ്ച്വൽ അപ്രോച്ച് പിയേഴ്സിന്റെ ടെക്സ്റ്റ് ആണ്. നമ്മൾ CSIR-നൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ആണ്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് ജെനറ്റിക്സ് ബൈ DB സിംഗ് എസ്റ്റേൺ പബ്ലിക്കേഷന്റെ ബുക്കാണ്. നല്ലൊരു റെഫറൻസ് ടെക്സ്റ്റ് ആണ്. ഇതിനോടൊപ്പം ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റും ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഇതാണ് ആ ടെക്സ്റ്റ് ബുക്കുകൾ. പ്ലാന്റ് ടാക്സോണമി ബൈ OP ശർമ്മ, ഫണ്ടമെന്റൽസ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, എസെൻഷ്യൽസ് ഓഫ് മോളിക്കുലാർ ബയോളജി, ജെനറ്റിക്സ് എ കൺസെപ്ച്വൽ അപ്രോച്ച് ബൈ പിയേഴ്സ്, പിന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ജെനറ്റിക്സ് ബൈ DB സിംഗ്. Now നെക്സ്റ്റ് ഇസ് നമ്മുടെ മോഡ്യൂൾ 4. മോഡ്യൂൾ 4 പ്ലാന്റ് ഫിസിയോളജി ആണ്. പ്ലാന്റ് ഫിസിയോളജി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ബുക്കാണ് ഫണ്ടമെന്റൽസ് ഓഫ് പ്ലാന്റ് ഫിസിയോളജി ബൈ VK ജെയിൻ. VK ജെയിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് പ്ലാന്റ് ഫിസിയോളജി. ഇത് ഓരോ ചാപ്റ്ററിന് ശേഷവും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ അതിന്റെ ആൻസേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഫണ്ടമെന്റൽസ് ഓഫ് പ്ലാന്റ് ഫിസിയോളജിയിൽ ബയോകെമിസ്ട്രി പോർഷൻസും ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു ടെക്സ്റ്റ് ആണ്. ഇനി പ്ലാന്റ് ഫിസിയോളജി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തെയ്സ് ആൻഡ് സേഗറിന്റെ ടെക്സ്റ്റ് ബുക്കും കൂടെ യൂസ് ചെയ്യാം. അതും വളരെ നല്ലൊരു ബുക്കാണ്. ആൻഡ് CSIR പ്രിപ്പറേഷൻ ലെവലിൽ വരുന്ന ഒരു ബുക്കാണ് പ്ലാന്റ് ഫിസിയോളജി ബൈ തെയ്സ് ആൻഡ് സേഗർ. ഇനി ബയോകെമിസ്ട്രി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടമെന്റൽസ് ഓഫ് ബയോകെമിസ്ട്രി യൂസ് ചെയ്യാം. ഇനി നമുക്ക് മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 5 ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ് ആണ് വരുന്നത്. അതിൽ നമുക്ക് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൽ നമുക്ക് കല്യാൺ കുമാറിന്റെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ബയോടെക്നോളജി ബൈ RC ഡ്യൂബെ, ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കും യൂസ് ചെയ്യാം. ഇനി സയന്റിഫിക് ഓഫീസർ ബയോളജി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് വെബ്സൈറ്റ് ആണ് സയൻസ് ഡയറക്റ്റും ബയോളജി ഡിസ്കഷനും. സയൻസ് ഡയറക്റ്റിൽ നമ്മൾ ജേർണൽസിൽ പബ്ലിഷ് ചെയ്ത് വരുന്ന പേപ്പേഴ്സും ബുക്ക് ചാപ്റ്റേഴ്സും ഒക്കെയാണ് ഈ പറയുന്ന സയൻസ് ഡയറക്റ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക് ഏതാണോ അതിന്റെ കൂടെ സയൻസ് ഡയറക്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള സ്പെസിഫിക് ഇൻഫോർമേഷൻസ് വരും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബയോളജി ഡിസ്കഷൻ. ബയോളജി ഡിസ്കഷനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള നോട്ട്സുകൾ തരുന്ന ഒരു സൈറ്റാണ് ബയോളജി ഡിസ്കഷൻ. നിങ്ങൾക്ക് സെറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. സ്പെസിഫിക് ആയിട്ട് ബോട്ടണി ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് ബയോളജി ഡിസ്കഷൻ. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ആൽഗെ, ബ്രയോഫൈറ്റ്, ഫഞ്ചൈ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേം ടാക്സോണമി ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലും വരുന്ന നോട്ടുകളാണ് ബയോളജി ഡിസ്കഷൻ തരുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ബുക്കുകളും വെബ്സൈറ്റും ഒക്കെ നോക്കി അതേപോലെ അതിനോടൊപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ധാരാളം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സുവോളജി പാർട്ട്, അതായത് സയന്റിഫിക് ഓഫീസർ ബയോളജി സിലബസിലെ സുവോളജി പാർട്ടിൽ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ബുക്കുകളാണ് റെഫർ ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്യാം. സയന്റിഫിക് ഓഫീസർ ബയോളജിയിൽ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയൊരു ടോപ്പിക് തന്നെയാണ് ബയോകെമിസ്ട്രി.
ബയോകെമിസ്ട്രിയിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, എൻസൈംസ് ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ബുക്കാണ് ലെനിഞ്ചർ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രിയിലെ എല്ലാ കാര്യങ്ങളും ലെനിഞ്ചറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ സിലബസ് നോക്കിയിട്ട് ലെനിഞ്ചർ ഉപയോഗിച്ച് തന്നെ ബയോകെമിസ്ട്രി പഠിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. The next topic ബയോഫിസിക്സ് ആണ്. ബയോഫിസിക്സിന്റെ രണ്ട് റെഫറൻസ് ടെക്സ്റ്റ് ആണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഒന്ന് എസെൻഷ്യൽസ് ഓഫ് ബയോഫിസിക്സ് ബൈ നാരായണൻ, മറ്റൊന്ന് അറോറയുടെ ബുക്കാണ്, ഹിമാലയ പബ്ലിഷിംഗ് ഹൗസിന്റെ. നെക്സ്റ്റ് ടോപ്പിക് ആനിമൽ ഫിസിയോളജി ആണ്. ആനിമൽ ഫിസിയോളജിയിൽ റെഫർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ബുക്സ്, ഒന്ന് ചാറ്റർജി ഹ്യൂമൻ ഫിസിയോളജി, മറ്റൊന്നാണ് ഗാനം റിവ്യൂ ഓഫ് മെഡിക്കൽ ഫിസിയോളജി. ഗാനങ്ങളിൽ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഫിസിയോളജി കൊടുത്തിട്ടുണ്ട്. സോ സിലബസ് നോക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഡെവലപ്മെന്റൽ ബയോളജി. ഡെവലപ്മെന്റൽ ബയോളജിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഡിഗ്രി ലെവൽ ബുക്സ് തന്നെ മതിയാകും. ഫോർ എക്സാമ്പിൾ സുവോളജിക്കൽ സൊസൈറ്റി ബുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഫർ ചെയ്തിട്ട് ബേസിക് കാര്യങ്ങളെല്ലാം പഠിക്കാം. സയന്റിഫിക് ഓഫീസർ സിലബസ് ബേസ് ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് ഗിൽബർട്ടിലാണ്. ഇപ്പൊ ഗിൽബർട്ട് നോക്കിയാൽ തന്നെ സിലബസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗിൽബർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഗിൽബർട്ട് യൂസ് ചെയ്തിട്ട് തന്നെ ഡെവലപ്മെന്റൽ ബയോളജി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ടോപ്പിക് മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജിയിൽ റെഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് വാട്സന്റെ ബുക്കാണ്. വാട്സന്റെ മോളിക്കുലാർ ബയോളജി ഓഫ് ദ ജീൻ. ഈ ഒരു ബുക്ക് വളരെ നല്ലതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മോളിക്കുലാർ ബയോളജിയിലെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മറ്റൊരു ബുക്ക് എന്ന് പറയുന്നത് ജെറാൾഡ് കാർപ്പിന്റെ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി. ടോപ്പിക്ക് വരുന്നത് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജിയുടെ നല്ലൊരു ബുക്കാണ് ക്യൂബയുടെ ഇമ്മ്യൂണോളജി. ദെൻ മറ്റൊന്ന് ഇമ്മ്യൂണോളജി ആൻഡ് മൈക്രോബയോളജി, സാറാസ് പബ്ലിക്കേഷന്റെ ആണ്, ഓദർ അറുമുഖൻ. ഇത് വളരെ ബേസിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന നല്ലൊരു ബുക്കാണ്. അപ്പൊ ആ ഒരു ലെവലിൽ തന്നെ പഠിച്ചു തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, കാരണം ബേസ് അത്ര ഇല്ലാത്തവർക്ക് ഈ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് ഇമ്മ്യൂണോളജി ആൻഡ് മൈക്രോബയോളജി പഠിച്ചു തുടങ്ങാവുന്നതാണ്. വളരെ നല്ലൊരു ബുക്കാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫ്രം ടോസ് അക്കാഡമി.